എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഈസ് എ ടഫ് ഷാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ എനിക്കറിയാൻ സാധിച്ച ചില വസ്തുതകളെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന വിശ്വഗുരുവിനോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും എനിക്ക് കേൾക്കാനുള്ളതെന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണസാരഥികൾ രാജ്യത്തിന് വേണ്ടിയാണോ, അതോ അവരുടെ പാർട്ടിക്ക് വേണ്ടിയാണോ, അതോ അന്യനാടുകളിൽ പല ബുദ്ധിമുട്ടുകളെ സഹിച്ച് വർണ്ണവെറിയന്മാരുടെയും മറ്റു പലരുടെയും അക്രമങ്ങൾക്കിരയായി ജീവിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് ഇന്ത്യക്ക് പുറത്തുണ്ട്. നമുക്കെല്ലാം അറിയാം. നമ്മുടെ മുന്നിൽ നടന്ന സംഭവങ്ങളാണ്. ജീവിക്കാൻ വേണ്ടി ഇല്ലീഗലായി അവർ പോകാൻ പാടില്ല എങ്കിൽ തന്നെയും അവർ അവിടെ പോയി എത്തി അവസാനം കയ്യിലും കാലുകളിലും ചങ്ങലയിട്ട് തിരിച്ച് ഇന്ത്യയിൽ എത്തിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മറ്റൊന്നുമല്ല, സ്വന്തം രാജ്യത്ത് അതിനുള്ള സൗകര്യങ്ങളില്ല, ജോലിയില്ല, ഇൻഫ്രാസ്ട്രക്ചറില്ല, യാതൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഉണ്ടായ എല്ലാ സൗകര്യങ്ങളും അത്ര പെട്ടെന്ന് 10 വർഷത്തിന് ഉള്ളിൽ ഉണ്ടായ സൗകര്യങ്ങളല്ല. ദീർഘവീക്ഷണമുള്ള മുൻ ഭരണാധികാരികളുടെ വീക്ഷണത്തിലും പ്രയത്നത്തിലും മറ്റു ജനങ്ങളുടെ സഹായത്താലും ഊട്ടിയുറപ്പിച്ച ആ നല്ല അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്സിൻ്റെ മാത്രമാണ് ഇന്നും ഇന്ത്യയിൽ കാണുന്നത്. നമ്മുടെ മുന്നിൽ ഒന്നുമല്ലാത്ത വെറും സീറോയിൽ മാത്രമുള്ള ഒരു പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും നമുക്ക് ഭസ്മം കൊണ്ട് തീർക്കാം, കുറേ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നാം ഒതുക്കി. ഇതൊക്കെ ഈ വളരെ ചെറിയൊരു കാര്യമാണ്. നമ്മുടെ ശക്തി അതല്ല. ഈ വിരലിലെണ്ണ ഏത് സമയത്ത് ഭസ്മമാക്കി കളയുന്നില്ല കൊച്ചു രാജ്യങ്ങളുടെ കൊണ്ട് നമ്മുടെ ഇത് കാണിക്കണം. അത് കാണിച്ചത് നല്ലത് തന്നെ. പക്ഷെ അതിന് വലിയ ഒരു ഹൈടെക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത്, മുൻകാലങ്ങളിലെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട്, ജയ് കിസാൻ ജയ് ജവാൻ. ഇന്നത്തെ ഡിജിറ്റൽ ഇന്ത്യ എന്നല്ല എന്ന് പറഞ്ഞത്. ഇന്നത്തെ ഡിജിറ്റൽ കൊച്ചു കുഞ്ഞുങ്ങൾ ജന്മം കൊടുന്ന കൊച്ചു കുഞ്ഞ് മൊബൈലിലെടുത്ത് അവർ കാണിക്കുന്ന കളികളൊന്നും മുൻകാലങ്ങളിൽ അത് കാണിക്കാൻ സാധിച്ചില്ല, സംവിധാനം ഉണ്ടായില്ല. എന്ന് ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് ലോകം തിരുന്നു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അതിനുള്ള തുടക്കം ഇന്ത്യയിലും കുറിച്ചിരുന്നു. ഇന്ന് കുറിച്ചതല്ല. അതുകൊണ്ട് ഈ വിശ്വഗുരു പട്ടമൊക്കെ എടുക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ അത് നമുക്ക് ഈ പാകിസ്ഥാൻ അവിടെ 2 എയർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടോ കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ടോ തീരുന്നില്ല. പക്ഷെ ഇപ്പോൾ തന്നെയും നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം അത്ര കണ്ട് പോരാ. ആ പഹൽഗാമൊക്കെ എല്ലാം നടന്നതാണ് സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ലാക്നെസ് തന്നെയാണ്. അത് യാതൊരു ഡൗട്ടുമില്ല. 100% നമ്മുടെ ഭരണത്തിൻ്റെയും സെക്യൂരിറ്റിയുടെയും ലാക്ക് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. എനിക്ക് നിസ്സംശയം പറയാം. കാരണം ഞാനും ഈ ഡിഫൻസ് ഫോഴ്സിൽ ജോലി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയാതില്ല. അറിയാം. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായി കാണുന്നത് കുറേ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ അണികളെ കൂട്ടി നിർത്തി പല വ്യാഖ്യാനങ്ങളും നടത്തി ഭരണകൂടത്തിൽ കഴിവില്ലാത്തവരെ വലിച്ചു കയറ്റി അവർ ഭരണകൂടം പറയുന്നത് മാത്രം ചെയ്യുന്ന വാരാട്ടികളെപ്പോലെ ഭരണം നടത്തുന്ന കാരണം കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഇവിടെ അനുഭവിക്കുകയാണ്. എന്നാൽ മുൻകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ വളർന്നു വന്ന ആ വിദ്യാഭ്യാസമുള്ള മുൻകാലങ്ങളിലുള്ള നല്ലവരായ പലരും ഇന്ന് ഉദ്യോഗതലത്തിലും ന്യായാധിപന്മാരുടെ പീഠത്തിനിരിപ്പുണ്ട്. അവരുടെയൊക്കെ
നല്ല മനസ്സുകൊണ്ട് അവരുടെയൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ നമ്മൾ ശരിക്കൊന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളുമുണ്ട്. പത്രമാധ്യമങ്ങൾ അത്ര കണ്ടത് വരാറില്ല, എന്നാൽ വരുന്നെങ്കിൽ അതിനത്ര പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. സോ അതുകൊണ്ട് വിശ്വഗുരുവിനോട് പറയുകയാണ്, വിശ്വഗുരുവിനെ ഗൈഡ് ചെയ്യുന്ന അനുയായികളോടും പറയുകയാണ്, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുപോയി കഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക, തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ട തൊഴിൽ സാധ്യതകളും മറ്റു സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതായത് ഈ നാട് ചുറ്റി ഏത് രാജ്യത്തും എവിടെ പോയാലും ആൾക്കാർ വന്ന് അവരെ സ്വീകരിക്കും. അതൊരു സാധാരണ ഇറ്റ്സ് എ റൊട്ടൈൻ തിങ്. ഇത് ലോകം മൊത്തം ചുറ്റി അടിച്ച് കറങ്ങിച്ചുകൊണ്ട് വിശ്വഗുരു എന്നുള്ള പട്ടം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അവിടെ പോയി ഒരു എയർ സ്ട്രൈക്ക് നടത്തിയോണ്ടോ കുറച്ച് പട്ടാളക്കാരെ വെടിവെച്ച് തന്നുകൊണ്ടോ അതൊന്നും കാര്യം തീരുന്നില്ല. സോ ശരിക്കും വേണ്ടത് ഉള്ള മിഷനറികൾ, നിയമ സംവിധാനങ്ങൾ, ഡിഫൻസ് സംവിധാനങ്ങൾ, ഇവിടുത്തെ മറ്റു കൃഷി അഗ്രികൾച്ചർ സംവിധാനങ്ങൾ, ഇവയ്ക്കെല്ലാം മുൻതൂക്കം കൊടുത്ത് എല്ലാവർക്കും തൊഴിൽ സാധ്യത ഉളവാക്കാൻ അവിടെ പാർട്ടിക്ക് മാത്രം ഒരു സാധ്യത അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഈ ആൾക്കാരെ വെട്ടിപ്പിടിച്ചും പവർ കാണിച്ചും പല ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് പലരെയും കൾച്ചുറങ്കിൽ അടച്ചുമുള്ള ഈ ഒരു സംവിധാനം നാണക്കേടാണ്. അത് രാജ്യത്ത് ഭൂഷണമല്ല. അത് അത്യാവശ്യം അങ്ങനെയുള്ള കണ്ടുപിടിക്കുക, തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക, അനീതി കാണിക്കുന്നവരെ പിടിക്കുക. ഒരു പ്രധാനമന്ത്രി പദം കിട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിലുള്ള എല്ലാവരെയും ഒരേ കണ്ണിൽ കൂടി കാണാൻ ശ്രമിക്കണം. അവിടെ പക്ഷപാതം വയ്ക്കരുത്. അത് രാജ്യത്തിന് ആപത്താണ്. നമ്മൾ എന്ത് ചെയ്താലും അത് ഭരണപക്ഷമായിരുന്നാലും പ്രതിപക്ഷമായി ഏകോപിച്ചിരുന്ന് ഒന്നിച്ചിരുന്ന ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കണം നല്ലത്. അല്ലാതെ സ്വന്തം ആവശ്യപ്പെടുന്ന സ്വന്തം ഇഷ്ടത്തിന് പാർട്ടിക്ക് വേണ്ടി മാത്രം നിയമങ്ങൾ മാറ്റി ഭൂരിപക്ഷം കൊണ്ടൊന്ന് എല്ലാം കാട്ടിക്കൂട്ടാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിശ്വഗുരുവും അനുയായികളും ഒന്ന് ചിന്തിക്കുക. ഈ മണി പവറും മസിൽ പവറും വെച്ചിട്ട് എല്ലാത്തിനെയും ഭരിച്ചിട്ട് ഇവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. നമ്മുടെ രാജ്യം സമാധാനം കാക്ഷിക്കുന്നവരാണ്. മുൻകാലങ്ങളിൽ നാട്ടിലുള്ളവരെ രാജ്യക്കാരുടെയും അവരുടെ ഉന്നമനങ്ങൾക്കായാണ് കൂടുതലും പ്രയത്നിച്ച്. അന്ന് അണുബോംബ് ഉണ്ടാക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് അവർ പല മാറ്റങ്ങളും മുൻ ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ട്. അവരെ താറടിക്കുക, അവരെ മോശമായി ചിത്രീകരിക്കുക, അതെല്ലാം ഇല്ലാതാക്കുക, സ്വന്തം പലയിടങ്ങളിലും അവരുദ്ദേശിക്കുന്ന പേരുകൾ കൊടുക്കുക. ഇതെന്തിനാണ്? മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് മനുഷ്യരെ രണ്ട് ചേരിയിലാക്കാതിരിക്കുക. ഇവിടെ ജാതിയും മതവും നമ്മൾ വേർതിരിക്കരുത്. ഇനിയെങ്കിലും ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം എന്ന തത്വത്തിൽ നമ്മുടെ ജീവിതവും നമ്മുടെ രാജ്യവും നമ്മുടെ മറ്റു ശൈലികളും ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായി നമുക്ക് മാറാൻ സാധിക്കും. ഏറ്റവും ചെയ്യാനുള്ളത് പുറം രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന വർണ്ണവർഗീയന്മാരുടെ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഉള്ള ജോലി ചെയ്യുന്ന അവരെ നമ്മുടെ മഹാരാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അവർക്ക് വേണ്ട നല്ലൊരു പ്ലാറ്റ്ഫോം ഇവിടെ സൃഷ്ടിച്ചെടുക്കുക. ഇതിനു വേണ്ടിയാണ് ജാതിഭേദമെന്നോ മതഭേദമെന്നോ പാർട്ടി ഭേദമെന്നോ ഇല്ലാതെ സ്വന്തമായിട്ടൊരു ഒരു 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 എയിംസ് ആയിരിക്കണം നമുക്ക് ഇനി വേണ്ടത്. അതിനുവേണ്ടി ഏത് പാർട്ടിയിലൂടെയാലും ശ്രമിച്ചാലും, അല്ലാതെ വല്ല ദൈവങ്ങളുടെ പേരും ഇതൊക്കെ പറഞ്ഞ് ആശ്പൂഷം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. നാം മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നാം ഒന്നുമല്ലാതായിപ്പോവും. ഇപ്പോഴത്തെ എല്ലാത്തിനും ഈ മലയാളത്തിൽ ഏച്ചി വെച്ചാൽ മുളച്ചിരിക്കുക ആ ഒരു പരിപാടിയുണ്ട്. അതായത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഏത് ഭരണാധികാരികളും സത്യസന്ധമായി രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നിൽ ഏത് പാർട്ടിക്കാരും ഏതും പാവപ്പെട്ടവനും എല്ലാവരും ഒരേപോലെ കാണുക. അവർക്ക് നീതി ഒരേപോലെ ഉറപ്പാക്കാൻ ശ്രമിക്കുക. അതായിരിക്കും വേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
എല്ലാവരും മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാണാം വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.